പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യോഹന്നാൻ 20:28. നമ്മുടെ ജീവിതത്തിൽ ഈശോ കർത്താവാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. അതിന് അടയാളങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വിശ്വാസം കൊണ്ട് മാത്രമല്ല, അടയാളങ്ങൾ കൊണ്ടുകൂടി നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭൗതികമായ, അതായത് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ എല്ലാ കഴിവിനെയും അതിജീവിക്കുന്ന ദൈവത്തിന്റെ വലിയ മഹത്വവും ശക്തിയും നമ്മൾ മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തോമാസ് ലീഹായും അത് മനസ്സിലാക്കി. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം അടയാളം എന്നുള്ള നിലയ്ക്ക് അവന്റെ വിരലുകൾ കൊണ്ട് ഈശോയുടെ പാർശ്വത്തിലും മുറിവിലുമെല്ലാം തൊട്ടുനോക്കി. അന്നേരം തോമാസ് ലീഹ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീയാണ് എന്നെ പരിപൂർണമായി പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പൂർണ്ണതയിൽ എന്നെ നിലനിർത്തുന്നവൻ, എന്റെ എല്ലാ ശ്രമങ്ങളെയും പരിപൂർണനാക്കുന്നവൻ. നീയാണെന്ന അർത്ഥത്തിൽ എന്റെ കർത്താവേ എന്നും നീ എന്റെ ദൈവമാണ് എന്ന അർത്ഥത്തിൽ എന്റെ ദൈവമേ എന്നും തോമാസ് ലീഹ ഉറപ്പിച്ചു പറയുകയാണ്. നമുക്കും കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല, പിതാവായ ദൈവത്തിനു മുമ്പിൽ പരിപൂർണതയിൽ ജീവിക്കേണ്ടതും പരിപൂർണമാക്കേണ്ടതും എങ്ങനെയാണെന്നും നീ തന്നെയാണ് എന്നിൽ നിറവേറ്റുന്നത്. പരിശുദ്ധാത്മാവിലൂടെ നിന്നെ എന്റെ ദൈവമായി ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് എനിക്ക് കർത്താവും ദൈവവുമായി തീരുന്നു.